ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം, ഇമാം ആസിമുൽ ജഹദി എന്ന് പറയുന്ന വലിയൊരു മഹാൻ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. മരണപ്പെട്ട ആൾ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഇമാം ആസിമുൽ ജഹദിയോട് ഈ കുടുംബക്കാരൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാണുള്ളത്. ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെല്ലാവരും വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ അബൂബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നിയുടെ അടുക്കൽ ഒരുമിച്ച് കൂടാറുണ്ട്. അബൂബക്കർ അബ്ദുല്ലാഹി മുസ്നി എന്ന് പറയുന്നത് നേരത്തെ മരണപ്പെട്ട ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്, ഇമാം മുസ്നി. ഇപ്പോൾ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടാറുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്ന് ഇമാം ആസിമുൽ ജഹദി ഈ സ്വപ്നത്തിൽ കണ്ട കുടുംബക്കാരനോട് പറയുകയാണ്. അപ്പോൾ ഈ കുടുംബക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ശാരീരികമായിട്ടാണോ അതോ നിങ്ങളുടെ ആത്മാക്കളാണോ? ശരീരം തന്നെ ഉണ്ടോ അതോ ആത്മാക്കളുടെ ഒരുമിച്ച് കൂടലാണോ? അപ്പോൾ ഇമാം ആസിമുൽ ജഹദി പറഞ്ഞു, ശരീരമൊക്കെ നശിച്ചു പോയില്ലേ, അതൊക്കെ മണ്ണോട് ചേർന്നല്ലോ, ഞങ്ങളുടെ ആത്മാക്കളാണ് ഞങ്ങൾ സംഗമിക്കാറുള്ളത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ കുടുംബക്കാരൻ ചോദിച്ചു, ഞങ്ങൾ സിയാറത്തിന് വേണ്ടി ഖബറിൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ അറിയാറുണ്ടോ? അപ്പോൾ ഈ ആസിമുൽ ജഹദി പറഞ്ഞു, ഞങ്ങൾ അറിയാറുണ്ട്. വെള്ളിയാഴ്ച രാത്രിയും പകലും ഞങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അറിയാറുണ്ട്. അപ്പോൾ ഈ കുടുംബക്കാരൻ ചോദിച്ചു, എന്താണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? അത് വെള്ളിയാഴ്ചയുടെ മഹത്വം തന്നെയാണ് എന്ന് ഇമാം ആസിമുൽ ജഹദി മറുപടി പറഞ്ഞു. ഈ സംഭവം 3 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മരണപ്പെട്ട ആളുകളുടെ ആത്മാക്കൾ ആത്മീയ ലോകത്ത് അവർ സംഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മാക്കൾ ഒന്നിരിക്കലും ഡൽഹിയിലായിരിക്കും വിശ്വാസികളുടെ ആത്മാവ്, കാഫിര്യങ്ങളുടെ ആത്മാവ് സിജ്ജീനിലായിരിക്കും. 2 കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ ആത്മാക്കൾ സംഗമിക്കുന്നു മാത്രമല്ല, നമ്മളെക്കുറിച്ച് അവർ ചർച്ച നടത്തും. നമ്മൾ അവരെക്കുറിച്ച് പറയും പോലെ നമ്മളെക്കുറിച്ച് അവർ ചർച്ച നടത്തും. ആത്മാക്കൾക്ക് മരണമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവരറിയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സാന്നിധ്യം അവരറിയും. വേറെ പല ഹദീസുകളിലൂടെ അക്കാര്യം സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ചെന്ന് സലാം ചെല്ലുമ്പോൾ നിങ്ങളെ തിരിച്ചറിയും, നിങ്ങളുടെ സലാം അടക്കുക. മൂന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച എന്തുകൊണ്ട് എന്നുള്ളതാണ്. വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോൾ സിയാറത്തിന് ചെന്നാലും തിരിച്ചറിവുണ്ടാവും. പക്ഷെ വെള്ളിയാഴ്ച രാത്രിയും പകലും ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകമായ രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ നമ്മളെ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് ഖബർ സിയാറത്തിന് പ്രത്യേക പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാത്രിയും പകലും എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മരണപ്പെട്ടവരെ നമ്മൾ മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലെങ്കിൽ സിയാറത്ത് ചെയ്ത് അവരെ നമ്മൾ ഓർക്കുക. അല്ലാഹു നമ്മുടെ മരണപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് പ്രദാനിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.